പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയാവുന്നതുപോലെ വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. അതിനാൽ പുത്തൻപുലരി ആരംഭിക്കുന്നത് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നേട്ടം കൊയ്തത് സംസ്ഥാനത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന BJP ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം UDFനാണ് കൂടുതൽ സീറ്റുകൾ ലഭിച്ചതെങ്കിൽ പോലും BJP പല ഇടത് കോട്ടകളിലും വിള്ളലുണ്ടാക്കിക്കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞു. പാലക്കാട്, അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തറ തുടങ്ങിയ നഗരസഭകളുടെ ഭരണത്തിൽ BJP ഉണ്ടാകും. അതോടൊപ്പം സംസ്ഥാനത്തെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ BJP ഭരണത്തിലേക്ക് എത്താൻ പോകുന്നു. കഴിഞ്ഞ തവണ ഭരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ 11 ഗ്രാമപഞ്ചായത്തുകളാണ് ഭരിച്ചതെങ്കിൽ ഇത്തവണ അത് 26 എന്ന വലിയ നമ്പറിലേക്ക് എത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ രൂപപ്പെട്ടു എന്നത് ഒരു വസ്തുതയാണ്. BJPയുടെ വോട്ട് ശതമാനം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 20% മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 19% അപ്പോൾ അതിൽ കൂടുതൽ 20% മുകളിലേക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് കോഴിക്കോട് നിന്ന് ശ്യാമപ്രസാദാണ്. ശ്യാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വോട്ട് വിഹിതം 19% എത്തിയപ്പോൾ തന്നെ അത് ദേശീയ തലത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏതാണ്ട് 20% മുകളിലേക്ക് BJPയുടെ വോട്ട് വിഹിതം എത്തുകയാണ്. സ്വാഭാവികമായും 4 മാസങ്ങൾ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുന്നു. അപ്പോൾ എത്രത്തോളം ആത്മവിശ്വാസം സംസ്ഥാന നേതൃത്വത്തിന് ലഭിക്കുന്നതാണ് ഈ വോട്ടിലെ കണക്കുകൾ? ശ്യാം, ഗൗതം, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തൊട്ടാകെ വിജയത്തിളക്കത്തിൽ നിൽക്കുന്ന BJPക്ക് വോട്ട് വിഹിതത്തിലും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 1600 സീറ്റുകളാണ് BJP നേടിയതെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇത്തവണ 2025 എത്തുമ്പോഴേക്കും 1900-ലധികം സീറ്റുകളാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം നേടിയിരിക്കുന്നത്. ഈ കണക്കുകൾ കൂടി പ്രധാനമായി പരിശോധിച്ചു കഴിഞ്ഞാൽ 20% മുകളിലേക്കാണ് ഈ കണക്കുകൾ, വോട്ട് വിഹിതത്തിൻ്റെ കണക്കുകൾ കൂടി എത്തുന്നതും. 2020 ഗ്രാമപഞ്ചായത്തുകളിൽ 1182 സീറ്റുകളായിരുന്നു 2020 നേടിയെങ്കിൽ 5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ 2025 നിൽക്കുമ്പോഴേക്കും 1444 വാർഡുകളും ആണ് BJP ഈ നേട്ടം കൊയ്തിരിക്കുന്നത്. പ്രധാനമായി 23% വർധനവ്. ഒപ്പം ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ 379 ബ്ലോക്കുകളാണ് നേടിയെങ്കിൽ ഇത്തവണ അത് 457 ഉയർന്നു. അതായത് 20% വർധനവ്. ഗ്രാമപഞ്ചായത്തുകളിലടക്കം 23-ൽ നിന്ന് 26-ലേക്ക് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. അതായത് 18% വർധനവും ഉണ്ടായിരിക്കുന്നു പ്രധാനമായും. ഒപ്പം തന്നെ 110 പഞ്ചായത്തുകളിൽ 2ാം സ്ഥാനത്തെത്താനും BJP കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ മുഴുവൻ സീറ്റ് നില, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള മുഴുവൻ സീറ്റ് നില 1600-ൽ നിന്ന് 1919 സീറ്റുകളിലേക്ക് എത്തുമ്പോഴേക്കും 20% മുകളിലേക്കാണ് പ്രധാനമായും ഈ വോട്ട് വിഹിതം ചേരുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നഗര മേഖലകളെ അപേക്ഷിച്ച് റൂറൽ മേഖലകൾ, അതായത് ഗ്രാമീണ മേഖലകളിലാണ് ഏറ്റവും വോട്ട് വിഹിതം ഉയരാൻ കാരണം. ഒപ്പം തന്നെ നഗരമേഖലകളിലും കേന്ദ്രീകൃതമായ വോട്ട് വിഹിതം ഉയരാനും പ്രധാനമായി ഇടയാക്കിയിട്ടുണ്ട്. ഇത്തവണ പറയുകയാണെങ്കിൽ ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19% ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ 20% മുകളിലേക്ക് വോട്ട് വിഹിതം പോകുന്നു. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ്. ഇനി ചുരുങ്ങിയ 2 മാസങ്ങൾക്കകം തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ വലിയൊരു ഊർജ്ജം പകരുന്ന തരത്തിലേക്കുള്ള നേട്ടം തന്നെയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP നേട്ടം കൊയ്തിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 110 ഗ്രാമപഞ്ചായത്തുകളിൽ 2ാം സ്ഥാനത്തെത്തിക്കുമ്പോഴും പല നഗരസഭകളിലടക്കം BJP നിർണായക ശക്തിയായി കൂടി മാറുകയാണ്. പ്രധാനപ്പെട്ട കൊയിലാണ്ടി, വടക്കൻ ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് കൊയിലാണ്ടി നഗരസഭയിലടക്കം പ്രധാനപ്പെട്ട ഒരു നിർണായക ശക്തിയായി BJP മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും സംസ്ഥാനത്താകെ ഒട്ടാകെ തിളക്കത്തിൽ നിൽക്കുന്ന BJPക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ഒരു വലിയൊരു ഇന്ധനം അല്ലെങ്കിൽ വലിയൊരു ടീം വർക്കിന് നൽകുന്ന വലിയൊരു ഇന്ധനമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. ഗൗതം. ഓക്കെ ശ്യാം, എന്തായാലും ശ്യാമപ്രസാദ് കോഴിക്കോട് നിന്ന് സൂചിപ്പിക്കുന്നത് പോലെ BJP ഒരു വളരെ പ്രധാനപ്പെട്ട ശക്തിയായി കേരളത്തിൽ ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ സൂചന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നത് മാത്രമല്ല, ആറ്റിങ്ങലിൽ V മുരളീധരൻ്റെ പ്രകടനമാണെങ്കിലും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ്റെ പ്രകടനമാണെങ്കിലും വയനാട് പോലെ കാര്യമായ സംഘടനാ സംവിധാനം ഇല്ലാത്തൊരു സ്ഥലത്ത് കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന ഘട്ടത്തിൽ നടത്തിയ പ്രകടനമാണെങ്കിലും ഇതെല്ലാം കൃത്യമായ ദിശാസൂചിക,
കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ BJP നൽകുകയായിരുന്നു. അത് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. 19% ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതമെങ്കിൽ അന്നത് ദേശീയ തലത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തതെങ്കിൽ ഇപ്പോൾ അത് 20% മുകളിലേക്ക് എത്തുകയാണ്. ശ്യാം ചൂണ്ടിക്കാണിച്ചതുപോലെ വിവിധ പഞ്ചായത്തുകളിൽ BJP ഭരണത്തിലെത്തുന്നു. നഗരസഭകൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4 നിയമസഭാ സീറ്റുകൾ പിടിക്കുന്നതിന് തുല്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് BJPയുടെ മുന്നേറ്റമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോഴിക്കോട് നിന്ന് ശ്യാമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.